ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരിമാരെ, അള്ളാഹുവിന്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് നമ്മുടെ ഹിമായ ദർസിന്റെ മറ്റൊരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ അൽഹംദുലില്ലാ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകിയിരിക്കുകയാണ്. അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്തുതിച്ച് ഈ ഒരു ക്ലാസ് എനിക്കും നിങ്ങൾക്കും ഉപകരിക്കാനും പരലോകത്ത് നമ്മുടെ തുലാസിൽ കനം തൂങ്ങുന്ന സ്വാലിഹായ കർമ്മമായി തീരാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് നമ്മിൽ നിന്ന് സ്വാലിഹായ കർമ്മമായി ഈ ഒരു ഇരുത്തത്തെയും കേൾവിയെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമാ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വസ്വാസിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് സഹോദരിമാർ, അനുഭവിക്കുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ് വസ്വാസ് എന്നുള്ളത്. പ്രത്യേകിച്ചും കർമ്മപരമായ വിഷയങ്ങളിൽ എത്ര വുളു ചെയ്താലും ശരിയാകുന്നില്ല. എന്റെ വുളു ശരിയല്ല എന്ന തോന്നൽ, വീണ്ടും ഞാൻ നിയ്യത്ത് വെച്ചിട്ടില്ല, ഞാൻ നിയ്യത്ത് വെച്ച് ശരിയായിട്ടില്ല, നിസ്കരിക്കുമ്പോഴും കെട്ടിയ തക്ബീർ അഴിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് തക്ബീർ കെട്ടുന്ന, കുളിക്കുകയാണ് എങ്കിൽ ഒരുപാട് വെള്ളം ചെലവഴിച്ച് അന്ന് ശരിയായിട്ടില്ല, വലിയ അശുദ്ധിയിൽ നിന്ന് കുളിക്കുകയാണെങ്കിൽ എൻ്റെ കുളി ശരിയായിട്ടില്ല, തുടങ്ങേണ്ട രീതിയിലല്ല ഞാൻ തുടങ്ങിയത് എന്നൊക്കെ തുടങ്ങി ചെറുതും വലുതുമായ പല വിഷയങ്ങളിലും പലപ്പോഴും ഈ വസ്വാസിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അവരെയാണ് ഏറ്റവും കൂടുതൽ ഇന്നത്തെ ക്ലാസ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ പൊതുവായി ഓരോ വിശ്വാസിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ യഥാവിധി അറിയാനും മനസ്സിലാക്കാനും പകർത്താനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്വാസിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്കൊക്കെ മനഃപ്പാടമുള്ള സൂറത്തുൻ നാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ അള്ളാഹുവിനോട് നമ്മൾ ശരണം ചോദിക്കുകയാണ്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ജനങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് ഞാൻ ശരണം ചോദിക്കുന്നു. പ്രവാചകരെ പറയുക, അങ്ങനെ പറയണം. മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവിനോട്. ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധ്യനായ അള്ളാഹുവിനോട്. എന്തിൽ നിന്നാണ് നമുക്ക് ശരണം ചോദിക്കാനുള്ളത്? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ദുർമന്ത്രണം നടത്തി പിന്മാറിക്കളയുന്ന പിശാചിന്റെ ദുർമന്ത്രണത്തിൽ നിന്ന്, വസ്വാസിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ശരണം ചോദിക്കുന്നത്. അഥവാ വസ്വാസ്, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വസ്വാസ് പറഞ്ഞാൽ തികച്ചും പൈശാചികമാണ്. അത് പിശാചിന്റെ തന്ത്രമാണ്. അതുകൊണ്ടാണ് ഈ സൂറത്ത് ആവർത്തിച്ച് പാരായണം ചെയ്യാൻ, അത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പ്രഭാതത്തിൽ 3 തവണ, പ്രദോഷത്തിൽ 3 തവണ, അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ 3 തവണ,
എല്ലാ നിസ്കാരത്തിന് ശേഷവും ഓരോ തവണ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് തവണ ഒരു ദിവസം തന്നെ നമ്മളെ കൊണ്ട് ചൊല്ലിപ്പിക്കുകയാണ്. അത്രയേറെ മഹത്വം യഥാർത്ഥത്തിൽ ഈ സൂറത്തിനുണ്ട്. അതുകൊണ്ട് പിശാചാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികൾക്കും കാരണമുണ്ടാക്കുന്നവൻ. അവനാണ് നമ്മുടെ മനസ്സിൽ ഒരുപാട് ദുർമന്ത്രണങ്ങൾ, ചിന്തകൾ, അത് മോശപ്പെട്ട ചിന്തകളാകാം, അതല്ല എങ്കിൽ നല്ല ചിന്തകളാകാം. നല്ല ചിന്ത എന്ന് ഞാൻ പറയുന്നത് നമുക്ക് നല്ലതായി തോന്നും. എന്റെ നിസ്കാരം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിസ്കാരം ശരിയായിട്ടില്ലല്ലോ, എന്റെ വുളു ശരിയായിട്ടില്ലല്ലോ, പടച്ചോനെ നാളെ പരലോകത്ത് ഞാൻ എത്തുമ്പോ ഈ നിസ്കാരം കൂടി എനിക്കില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് വീണ്ടും നിസ്കാരം റിപ്പീറ്റ് ചെയ്യുന്നു, വീണ്ടും നിസ്കാരം റിപ്പീറ്റ് ചെയ്യുന്നു. റിപ്പീറ്റ് ചെയ്ത് ഇബാദത്ത് നിർവഹിക്കുക എന്നുള്ളത് വലിയ ഒരു പ്രതിസന്ധിയായി അവർക്ക് മാറുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് നല്ല കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്, ആ നല്ല ചിന്തയായിരിക്കും നമ്മുടെ മനസ്സിൽ നല്ലതായി തോന്നിപ്പിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പിശാചിന്റെ കുതന്ത്രങ്ങളിൽ ഉൾപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 7 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഒന്നാമതായി, പിശാചിൽ നിന്നും പ്രൊട്ടക്ഷൻ ലഭിക്കാനുള്ള മാർഗങ്ങൾ, മന്ത്രങ്ങൾ, ഇസ്ലാം പഠിപ്പിച്ച നിർദ്ദേശങ്ങൾ, അത് നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ആദ്യം എനിക്ക് കോമൺ ആയി പറയാനുള്ളത്. എല്ലാ ആളുകളും സ്വീകരിക്കേണ്ട പൊതുവായ കാര്യം. കാരണം പിശാച് നമ്മുടെ ശത്രുവാണ്. എല്ലാ നിലക്കും അവൻ വഴിതെറ്റിക്കാൻ അവൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം അള്ളാഹുവിനോട് നമ്മൾ രക്ഷ ചോദിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, وَإِمَّا يَنزَغَنَّكَ مِنَ الشَّيْطَانِ نَزْغٌ فَاسْتَعِذْ بِاللَّهِ إِنَّهُ سَمِيعٌ عَلِيمٌ. പിശാച് നിങ്ങളെ വാദിക്കുകയാണ് എങ്കിൽ, നിങ്ങളെ വഴിതെറ്റിക്കാൻ അവൻ വരികയാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്തഈദ് ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് ശരണം ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് അവനിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ കഴിയുന്നത്. കാരണം നമുക്ക് അവനെ കാണാൻ കഴിയുകയില്ല, നമ്മൾ അവനെ കാണുന്നില്ല. നേരെ മറിച്ച് റഹ്മാനായ റബ്ബ്, അവനിൽ വിശ്വാസം സമർപ്പിച്ച് നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് മനസ്സറിഞ്ഞ്, അല്ലാഹുവേ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം ചോദിക്കുകയാണ് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് വല്ലാത്ത ഒരു കാവലാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആവർത്തിച്ച് പറയുന്ന വാചകമായിരിക്കും, നമുക്ക് ചെറിയൊരു കാര്യമായിട്ടാ തോന്നുന്നത്. പക്ഷേ ഇസ്ലാമിക പ്രമാണങ്ങളിൽ, അള്ളാഹുവിന്റെ ഖുർആനിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അതിന് നൽകിയ ഒരു സ്വീകാര്യത, ആ പ്രാർത്ഥനയ്ക്ക് ലഭിച്ച ഒരു മഹത്വം, എത്ര സന്ദർഭങ്ങളിലാണ് നമ്മൾ ഇസ്തിആദ് നടത്തുന്നത്. ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഇസ്തിആദ് നടത്തുന്നു. കോപം വരുമ്പോ നമുക്ക് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്നു. അങ്ങനെ തുടങ്ങി വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നമ്മളെ കൊണ്ട് ഇത് ചൊല്ലുകയാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ പാരായണത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ ഇസ്തിആദത്ത് ചൊല്ലണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. ഇതെല്ലാം അതിന്റെ മഹത്വത്തെ അറിയിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹ്ക്കാണ് കഴിയുന്നത്. എന്റെ പ്രശ്നം എന്തുമാകട്ടെ, അല്ലാഹുവേ ഞാൻ മാക്സിമം പരിശ്രമിക്കുന്നുണ്ട്, ആ പിശാചിൽ നിന്ന് എനിക്ക് പ്രൊട്ടക്ഷൻ നൽകണേ എന്ന് റഹ്മാനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. ഒന്ന് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ 2 എന്ന് ടൈപ്പ് ചെയ്യാം.
ഓക്കെ, മാഷാ അല്ലാഹ്, ബറകല്ലാഹു ഫീക്കും. രണ്ടാമത്തത്, വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ഖുർആനിനോട് എത്രത്തോളം നമുക്ക് ബന്ധമുണ്ടാകുന്നു അത്രത്തോളം പിശാചിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം നമ്മൾ ഒരുപാട് തവണ ആവർത്തിച്ചു പറഞ്ഞ ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ തജ്അലു ബുയൂതകും മഖാബിറ ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തിൽ ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീടുകളെ മഖ്ബറകളാക്കി മാറ്റരുത്. അഥവാ മഖ്ബറകളിൽ ശാന്തതയാണ്, അവിടെ ഖുർആനിന്റെ പാരായണം ഉണ്ടാവില്ല. അതുകൊണ്ട് മഖ്ബറയാക്കരുത്. അത് ഖുർആൻ ഓതണം നിങ്ങളുടെ വീട്ടിൽ. ഇന്ന ശൈത്താന, തീർച്ചയായും പിശാച്, യൻഫിറു, അവൻ വിരണ്ട് ഓടും, ഓടിപ്പോകും, മിനൽ ബൈത്ത്, ഒരു വീട്ടിൽ നിന്ന് ഓടിപ്പോകും. എന്താ വീടിന്റെ പ്രത്യേകത? അല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, ആ വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്നുണ്ട്. അഥവാ നമ്മുടെ വീടുകളിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുമ്പോ, പ്രത്യേകിച്ചും സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുമ്പോ, ആ വീട്ടിൽ നിന്ന് പിശാച് വിരണ്ടോടുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അത്രയും മഹത്വമുള്ള ഒരു സൂറത്ത്. പൊതുവിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തന്നെ പിശാചിന് പ്രയാസമാണ്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, അവന് പ്രൊട്ടക്ഷൻ കിട്ടുകയാണ്. ആയത്തുൽ കുർസി പാരായണം ചെയ്യുമ്പോൾ പിശാചിന് അടുക്കാൻ കഴിയില്ല. ആമന റസൂല് പാരായണം ചെയ്യുമ്പോൾ പിശാചിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ലഭിക്കും. കാരണം ആ രണ്ടായത്തുകളും സൂറത്തു ബഖറയിലെ ആയത്തുകളാണ്. അപ്പൊ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ് പൊതുവിൽ പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന മാർഗം. അതിൽ പ്രധാനപ്പെട്ടതാണ് സൂറത്തുൽ ബഖറ. എല്ലാ ദിവസവും നമുക്ക് എത്രയാണോ കഴിയുന്നത് അത്ര നമ്മൾ പാരായണം ചെയ്യുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തത്, ദിക്റുകൾ നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ്. പൊതുവിൽ ദിക്റുല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാൻ പറഞ്ഞ പ്രാർത്ഥനകൾ, ദിക്റുകൾ, രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള ദിക്റുകൾ, ആ ദിക്റുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോൾ പിശാചിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കുകയാണ്. പ്രത്യേകിച്ചും പ്രഭാത പ്രദോഷ പ്രാർത്ഥനകൾ, രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട പ്രാർത്ഥന. കുറച്ച് സമയം നമ്മൾ ഇരുന്ന് ചൊല്ലേണ്ട പ്രാർത്ഥനയായിരിക്കും. സുബഹിക്ക് ശേഷം ചൊല്ലേണ്ട പ്രാർത്ഥനകൾ, അസറിന് ശേഷം ചൊല്ലേണ്ട പ്രാർത്ഥനകൾ. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ആലോചിക്കുക, അത് നമ്മൾ ഇന്ന് ചൊല്ലിയോ? ഇന്നലെ നമ്മളത് ഓർത്ത് ചൊല്ലിയിട്ടുണ്ടോ? എത്രത്തോളം ആ ദിക്റുകളൊക്കെ ജീവിതത്തിൽ നമുക്ക് പ്രാധാന്യം കൊടുക്കാൻ കഴിയുന്നുണ്ട്? അതൊക്കെ ചൊല്ലിപ്പിക്കുന്നത് മറപ്പിക്കാനായിരിക്കും ശൈത്താൻ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതുവരെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇപ്പൊ എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട ദിക്റുകളാണ് സുബ്ഹാനല്ലാഹ് 33 തവണ, അൽഹംദുലില്ലാഹ് 33 തവണ, അല്ലാഹു അക്ബർ 33 തവണ, പിന്നെ 100 തകക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ള പ്രാർത്ഥന. ഈ ദിക്റുകൾക്ക് ഒരുപാട് പുണ്യമുണ്ട്, ഒരുപാട് മഹത്വമുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അതേപോലെ തന്നെ രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാഹ്, 34 തവണ അല്ലാഹു അക്ബർ.
ഈ ദിക്റുകളൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. ഒരുപാട് പുണ്യം പറയപ്പെട്ട ദിക്റുകളാണ്. എന്നാൽ പിശാച് ആ ദിക്ർ ചൊല്ലാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ഫോക്കസ് ചെയ്യുന്നുള്ളതാണ്. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഈ 33 തവണ സുബ്ഹാനല്ലാഹ് ചെല്ലുന്നത് ചൊല്ലിപ്പിക്കുന്നതിന് പകരം എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാക്കും. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് വേഗം എണീപ്പിക്കും. ചിലപ്പോൾ കുട്ടികൾ വിളിക്കുന്നതാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മൾ പോകുന്നതാകാം. അതൊക്കെ എന്താ വെച്ചാൽ ഇങ്ങനെ കുറേ സംഗതികൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ചിന്ത ഉണ്ടാക്കി എന്തെങ്കിലും ഒരു ആവശ്യം, റസൂലുള്ളാഹിന്റെ പദപ്രയോഗം അങ്ങനെ ഒരു ആവശ്യം ഉണ്ടാക്കി റസൂലുള്ളാഹിനെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോകുന്നുള്ളതാണ്. പിശാച് എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോകുന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാക്കി പിശാച് എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോകും. നമ്മളത് ചൊല്ലിപ്പിക്കാൻ അയക്കൂല. അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ ദിക്ർ അവിടെ ചൊല്ലിപ്പിക്കൂല. അതിനു മുമ്പ് നമ്മൾ ഉറക്കി കളയും. ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങളാണ്. പ്രഭാത പ്രദോഷ പ്രാർത്ഥനകൾ നമുക്ക് ഓൾറെഡി ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. കുറച്ചു സമയം നമ്മൾ ഇരുന്ന് ചൊല്ലേണ്ടതാണ്. നമ്മള് അദ്കാർ പോലെയുള്ള ആപ്പിലൊക്കെ നമുക്ക് കയറി കിട്ടും. ആയത്തുൽ കുർസി, അതുപോലെ തന്നെ 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ് പോലെയുള്ള, അതുപോലെ തന്നെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അതുപോലെ തന്നെ ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ വറിസ്ഖൻ തയ്യിബ എന്ന് തുടങ്ങുന്ന വ്യത്യസ്ത പ്രാർത്ഥനകളുണ്ട്. അത് നമ്മൾ എന്നും ചൊല്ലുക. അങ്ങനെ ദിക്റുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. പ്രഭാതത്തിലും പ്രദോഷത്തിലും ചെല്ലേണ്ട പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുക എന്നുള്ളത് പിശാചിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വസ്വാസാകട്ടെ അതല്ലാത്തതാകട്ടെ എന്തെല്ലാം പ്രശ്നങ്ങൾ പറയാറുണ്ട്. ചില ആളുകൾ ഓരോന്നിങ്ങനെ ആവശ്യമില്ലാതെ ചിന്തിച്ചു പോകും. ചിന്തിക്കണ്ടെന്ന് വിചാരിച്ചിരുന്ന പിന്നെ നമ്മൾ ചിന്തിച്ചു പോകും എന്നൊക്കെ പറയും. അതൊക്കെ പലപ്പോഴും പിശാച് നമ്മളെ മാനസികമായ സംഘർഷത്തിലേക്ക്, ടെൻഷനിലേക്ക് കൊണ്ടുപോയി നമ്മളെ നിർജീവമാക്കാൻ, നിഷ്ക്രിയരാക്കി മാറ്റാൻ പിശാചിന്റെ പരിശ്രമങ്ങളാണ്, കുതന്ത്രങ്ങളാണ്. അതിന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടണം. പ്രൊട്ടക്ഷൻ കിട്ടാൻ ഇസ്ലാം പഠിപ്പിച്ച മാർഗങ്ങൾ നമ്മൾ ചെയ്യാന്നുള്ളതാണ് അതിന് പരിഹാരം. ഓക്കെ, 3 ക്ലിയർ ആണെങ്കിൽ 4 എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്. 4-മത്തത്, വിശേഷിച്ചും അള്ളാഹുവിന്റെ നാമം നമ്മൾ സ്മരിക്കുക. അള്ളാഹ് എന്നുള്ള നാമത്തിൽ ഭയങ്കര പവർ ഉണ്ട്. ബിസ്മില്ല, ബിസ്മില്ല എന്നുള്ള നാമത്തിൽ, അള്ളാന്റെ നാമത്തിൽ എന്നുള്ളതിന് ഭയങ്കര പവറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരാള് പിശാചിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുമ്പോ പിശാചിനെ അവൻ വലുതായി മാറും. അഥവാ പിശാചിനെ താഴ്ത്തി പറയുന്നതല്ല. പിശാച് എന്നെ പിടികൂടുമ്പോ കുറേ സംഗതി പിശാചിന്, നമ്മൾ പിശാചിനെ ഭയപ്പെട്ട് പിശാചിനൊരു വില കൊടുക്കുന്ന, അവനെ വലുതാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഇപ്പൊ പിശാച് ഇങ്ങനെ വലുതാകുന്ന, മല പോലെ വലുതാകും. ബിസ്മില്ല എന്ന് പറഞ്ഞാലോ അവൻ ഒരു ഈച്ചയെ പോലെ ചെറുതാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹ് എന്നുള്ള നാമം ഭയങ്കര പവറാണ്. നമ്മൾ പ്രഭാതത്തിലും പ്രദോഷത്തിലൊക്കെ ചൊല്ലേണ്ട പ്രാർത്ഥന അല്ലേ, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അല്ലാഹുവേ, അള്ളാന്റെ നാമം ബിസ്മില്ല, അള്ളാന്റെ നാമം, അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ, അള്ളാന്റെ നാമത്തോടൊപ്പം ഒന്നും ഉപദ്രവിക്കൂല, ഒരു ഉപദ്രവവും വരുത്തുകയില്ല. ഫിൽ അർദി, ഭൂമിയിലാകട്ടെ, വലാ ഫിസ് സമാഇ, ആകാശത്തിലാകട്ടെ, ആകാശത്തിലും ഭൂമിയിലും ഒന്നും ഒരു ഉപദ്രവം വരുത്തൂല അള്ളാന്റെ നാമം കൊണ്ട്.
ഭയങ്കര ആ ദിക്റിന്റെ പവറച്ച അവിടെ പറയുന്ന അള്ളാന്റെ നാമാണ്. അപ്പൊ അള്ളാഹുവിന്റെ നാമം എന്നുള്ളത് പിശാചിന് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണ്. അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഹദീത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല റജുലു ബൈതഹു ഫദക്കറല്ലാഹ ഇൻദ ദുഖൂലി വഇൻദ തആമി. ഒരാള് വീട്ടിലേക്കാണ് കയറി, നമ്മൾ പുറത്തേക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോയി എന്തെങ്കിലും യാത്ര കഴിഞ്ഞ് തിരിച്ചു വരികയാണ്, വീട്ടിൽ കയറുമ്പോൾ നിങ്ങൾ എന്ത് പറയാൻ? ബിസ്മില്ലാ, അള്ളാന്റെ നാമത്തിൽ നിന്ന് പറഞ്ഞിട്ടാ കയറേണ്ടത്. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ പുറത്തു പോകുമ്പോൾ അതേപോലെ തന്നെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാന്റെ നാമത്തിലാണ്. അങ്ങനെയെങ്കിൽ പിശാജ് പറയും അവന്റെ കൂടെയുള്ള കൂട്ടാളികളോട്, കൂട്ടുകാരോട്, പിശാജിന്റെ കൂട്ടാളികളോട്, അശ്ശൈത്താൻ എന്താ പറയാ, ലാ മബീത ലക്കും വലാ അശ, ചങ്ങായിമാരെ ഇനി നിങ്ങൾക്ക് ഈ വീട്ടിൽ ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റൂല, ഈ വീട്ടിൽ നിങ്ങൾക്ക് കയറാൻ തന്നെ പറ്റൂല, ഇവിടെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റൂല. കാരണം അവര് ബിസ്മില്ല ചൊല്ലിയിട്ടാ കയറിയത്. വല ആശ, നിങ്ങൾക്ക് ഇവിടെ ഫുഡും ഇല്ല, ഭക്ഷണമില്ല. കാരണം അവര് ബിസ്മില്ല ചൊല്ലിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി ഒരാൾ വഇദാ ദഖല ഫലം യദ്കുരില്ലാഹ ഇൻദ ദുഖൂലി, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല ഒന്നും ചെല്ലണില്ല, അങ്ങോട്ട് ഡയറക്റ്റ് പ്രവേശിക്കുകയാണെന്നുണ്ടെങ്കിലോ ഷെയ്ത്താൻ പറയും അദ്റക്തുമുൽ മബീത്, ഇതാ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഇന്ന് രാത്രി ഇവിടെ നിൽക്കാം. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ല ചൊല്ലിയിട്ടില്ലെങ്കിലോ വഇദാ ലം യദ്കുരില്ലാഹ ഇൻദ തആമി ഖാല അദ്റക്തുമുൽ മബീത വലാ അശ, നിങ്ങൾക്ക് രാത്രി താമസിക്കൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ന് ഫുഡും ഉണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുമ്പോൾ കിട്ടുന്ന പവർ എത്രയാണ്! ഇത് മുസ്ലിമീങ്ങളായ വിശ്വാസികൾ എന്ന് പ്രഖ്യാപിക്കുന്ന നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ, നമ്മൾ ഇതിന്റെ വില മനസ്സിലാക്കിയില്ലെങ്കിൽ, നമ്മൾ ഇതിന്റെ മഹത്വം മനസ്സിലേറ്റിയില്ല എങ്കിൽ, നെഞ്ചേറ്റിയില്ല എങ്കിൽ പിന്നെ ആരാ നെഞ്ചേറ്റുക? അതാണ് നാലാമത്തെ മാർഗം. 4 ക്ലിയർ ആണെങ്കിൽ 5 എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, മാഷാ അല്ലാഹ്, ബറകല്ലാഹു ഫീക്. 5ാമത്തത് പറയുന്നതിന് മുമ്പ് വസ്വാസുമായി ബന്ധപ്പെട്ട 2 വിഭാഗത്തെ നമ്മൾ മനസ്സിലാക്കണം. വസ്വാസുമായി ബന്ധപ്പെട്ട് 2 വിഭാഗം ആളുകൾ. ഒന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും വസ്വാസം ഉണ്ടാകുന്ന ആളുകൾ. പണ്ഡിതന്മാര് വേർതിരിച്ചു പറയണം. ഇപ്പൊ ഇതുവരെ ഞാൻ പൊതുവായി ഈ 4 കാര്യങ്ങൾ എന്നുള്ളത് പൊതുവായി എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിശാചിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി, അവന്റെ വസ്വാസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ പൊതുവായി ചെയ്യേണ്ട സംഗതികളാണ്. എന്നാൽ വസ്വാസുമായി ബന്ധപ്പെട്ട് നമ്മൾ ആളുകളെ തരംതിരിക്കുമ്പോൾ 2 വിഭാഗങ്ങളെയാണ് നമുക്ക് കാണാൻ പറ്റുക. അതിൽ ഒന്നാമത്തെ വിഭാഗം എപ്പോഴെങ്കിലും അവർക്ക് വസ്വാസം ഉണ്ടാകും. എപ്പോഴെങ്കിലും അവർക്ക് ഉണ്ടാവുള്ളൂ. എപ്പോഴും എല്ലാ സമയത്തും എല്ലാ സംഗതികളിലും അവർക്ക് വസ്വാസം ഉണ്ടാകൂല. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അതിനെ ചികിത്സിക്കേണ്ടത് അള്ളാഹുവിനോട് ധാരാളം അഭയം ചോദിക്കുക, ഇസ്തിആദ നടത്തുക, ശരണം ചോദിക്കുക എന്നുള്ളതാണ് അതിന് പരിഹാര മാർഗമായി പണ്ഡിതന്മാര് നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചു തരും. എന്നാൽ അതിനേക്കാൾ കൂടുതൽ 2ാമത്തെ വിഭാഗമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള ഏതെങ്കിലും സഹോദരിമാര് ഈ കൂട്ടത്തിൽ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പണ്ഡിതന്മാർ പറഞ്ഞ ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞ മാർഗം ഇതാണ്: അൽ ഇഅറാദു താം, പൂർണ്ണമായും അവഗണിക്കുക. 2ാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ആരാ? അവർക്ക് എപ്പോഴും വസ്വാസാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോഴൊക്കെ വസ്വാസം, കുളിക്കാൻ നിൽക്കുമ്പോ വസ്വാസാണ്, വുളൂ ചെയ്യാൻ നിൽക്കുമ്പോ വസ്വാസാണ്,
എന്റെ വുളു ശരിയായിട്ടില്ല, എന്റെ നിയ്യത്ത് ശരിയായിട്ടില്ല, വീണ്ടും വുളു എടുക്കുന്നു, വീണ്ടും വുളു എടുക്കുന്നു. അവർ അതിൽ പരീക്ഷിക്കപ്പെട്ട ആളുകളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് ഒരാൾ അങ്ങനെ ചെയ്യുന്നത് കാണുമ്പോ ഇത് ബാധിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു തമാശയായിട്ടോ എന്താ അവരൊക്കെ ചെയ്യുന്നത് എന്ന് ചില ആളുകൾ പരിഹസിക്കുന്ന അവസ്ഥ വരെ കാണാൻ പറ്റും. പക്ഷെ അത് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മാനസികമായി ഒരുപാട് പ്രയാസങ്ങൾ അവര് അനുഭവിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്നത് ശരിയാണ്, ഇങ്ങനെ തന്നെയാണ് വേണ്ടത്, ഒന്നുകൂടി നന്നാക്കാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ പരിഗണിക്കപ്പെടണം, എന്റെ നിസ്കാരം മിസ്സാകാൻ പാടില്ല, റബ്ബ് സ്വീകരിക്കാതിരിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇട്ട് തരും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കാര്യം പോലും സമാധാനത്തിൽ ചെയ്യാൻ കഴിയില്ല. അത് വീണ്ടും 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 ആവർത്തിച്ച് അത് ശരിയായിട്ടില്ല, ഒന്നുകൂടി ശരിയാക്കട്ടെ, ഒന്നുകൂടി ശരിയാക്കട്ടെ. അപ്പൊ ഒരു നിസ്കാരം തന്നെ വീണ്ടും വീണ്ടും നിസ്കരിക്കുന്ന അവസ്ഥ. അല്ലെങ്കിൽ കുറച്ച് നിസ്കരിച്ച് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ തക്ബീർ കെട്ടിയിട്ടില്ലേ, ഞാന് നിയ്യത്ത് വെച്ച ശരിയായിട്ടില്ല ഒന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും. അവർക്കുള്ള പരിഹാരം പണ്ഡിതന്മാര് പറയുന്നത് മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കുന്ന വിഷയം പൂർണ്ണമായും അവഗണിക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായും അവഗണിക്കുക. അത് വീണ്ടും അതിലേക്ക് ഒരിക്കലും മടങ്ങരുത്. അതാണ് ആറാമത്തെ സംഗതി. മനസ്സിൽ ഉണ്ടാക്കുന്ന സംശയം ഉണ്ടാക്കുന്ന വിഷയം ആവർത്തിച്ചു ചെയ്യാതിരിക്കുക. നിന്റെ നിസ്കാരം ശരിയായിട്ടില്ലേ തോന്നുമ്പോൾ ശരിയായിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാനാ പറഞ്ഞത്. മനസ്സിലായി? ഇത്തരം വിഭാഗക്കാർ, ഇങ്ങനെ പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ, എന്റെ വുളു മുറിഞ്ഞോ, ഒരിക്കലും തോന്നും വുളു മുറിഞ്ഞോ, വീണ്ടും പോയി വുളു എടുക്കും. എന്റെ വുളു ശരിയായില്ലേ, നിയ്യത്ത് വെച്ച് ശരിയായില്ലേ, ഞാൻ കുളിച്ച ശരിയായില്ലേ, വീണ്ടും വീണ്ടും കുളിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ ആദ്യം ചെയ്യുന്ന ആ ഒരൊറ്റ പ്രാവശ്യം അതിൽ തന്നെ നിർത്തുക, അഥവാ വീണ്ടും അത് ആവർത്തിച്ച് ചെയ്യാൻ പോകാതിരിക്കുക. അങ്ങനെയുള്ള ചിന്തകളെ, തോന്നലുകളെ അവഗണിക്കുക. അത് പൈശാചികമാണെന്ന് തിരിച്ചറിയാം. കാരണം പിശാചാണ് അവിടെ ഇടപെടുന്നത്. പിശാച് നല്ല വ്യക്തിയുടെ വേഷത്തിൽ, ഗുണകാംക്ഷിയുടെ വേഷത്തിൽ വന്ന് നമ്മളെ ഉപദേശിക്കുകയാണ്. പിശാചിനെ സംബന്ധിച്ച് ഒരു ഗുണകാംക്ഷിയില്ല. അവന് നമ്മളെ വസ്വാസിലാക്കുകയാണ്, നമ്മളെ ടെൻഷനിലാക്കുകയാണ്. അതുകൊണ്ട് അത് പൂർണ്ണമായും അവഗണിക്കുക. അതിലുള്ള എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബ്, അവൻ റഹീമാണ്, അവൻ റഹ്മാനാണ്. ഇത്തരം വിഭാഗക്കാർ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. ദീൻ എന്ന് പറഞ്ഞാൽ എത്ര എളുപ്പമാണ്. നമ്മുടെ ഒരുപാട് ആളുകൾ വെറുതെ, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഇന്നദ്ദീന യുസ്റുൻ, ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എളുപ്പമാണ്. ദീൻ എളുപ്പമാണ്. എന്തിനാ നിങ്ങൾ പ്രയാസാക്കുന്നത്? എന്തിനാണ് ദീനെ നിങ്ങൾ പ്രയാസമായി ഏറ്റെടുക്കുന്നത്? അള്ളാഹ് എളുപ്പാക്കി തന്ന കാര്യല്ലേ. എളുപ്പാക്കി തന്ന കാര്യത്തിൽ നമ്മൾ എന്തിനാണ് വെറുതെ അത് പ്രയാസമുള്ള സംഗതിയായിട്ട് മാറ്റുന്നത്? ഇപ്പൊ നിസ്കരിക്കാം, എവിടെ നമുക്ക് നിസ്കരിക്കാൻ പറ്റുക? അല്ലെ? ചില ആളുകളൊക്കെ വിയർത്ത് കഴിഞ്ഞ ആ വിയർപ്പ്, അല്ലെങ്കിൽ ശരീരത്തിൽ ജസ്റ്റ് ചളിയായി അല്ലെങ്കിൽ മണ്ണായി, അതൊക്കെ നജസാണെന്ന് തെറ്റിദ്ധരിക്കുന്നവർ, അത് പറഞ്ഞ് നിസ്കാരം വൈകിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിസ്കാരം തന്നെ ഖളാ ആക്കുന്ന, എനിക്ക് നിസ്കരിക്കാൻ ഒരു സ്ഥലം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് നിസ്കാരം ഒഴിവാക്കുന്ന ആളുകൾ, യാത്രയിൽ നിസ്കരിച്ചാൽ, വാഹനത്തിൽ വെച്ച് നിസ്കരിച്ചാൽ അതൊന്നും ശരിയാകൂല, അതൊക്കെ വസ്വാസുകളാണ്. എന്നിട്ട് എന്ത് ചെയ്യാം? നിസ്കാരത്തിന്റെ സമയം തന്നെ തെറ്റിപ്പോകുന്ന അവസ്ഥ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ പ്രത്യേകതകൾ, പ്രത്യേകമാക്കി കൊടുത്ത കാര്യത്തിൽ പെട്ടതാണ് വജുഇലത്തിൽ അർദു മസ്ജിദ, ഭൂമി മുഴുവൻ അള്ളാഹു നമുക്ക് മസ്ജിദാക്കി സുജൂദ് ചെയ്യാൻ
നിസ്കരിക്കാനുള്ള സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ്. അഥവാ പ്രകടമായി നമുക്ക് എവിടെയെങ്കിലും നജസ് പ്രകടമായി കാണുന്നുവെങ്കിൽ അവിടെ നിസ്കരിക്കാൻ പറ്റൂല എന്നുള്ളൂ. ബാക്കിയുള്ള എവിടെയും നിസ്കരിക്കാം. റോട്ടിൽ നിസ്കരിക്കാം, ഒരു മുസല്ലിൻ വിരിക്കാതെ, ഒരു പേപ്പറും വിരിക്കാതെ നിസ്കരിക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ മനസ്സിലൊക്കെ ഒരുപാട് അങ്ങനെയുള്ള ചിന്തകൾ ശൈത്താൻ ഇട്ട് തന്ന്. എന്തിനിട്ട് തരുന്നത്? കുറേ വസ്വാസുകൾ ഉണ്ടാക്കി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുപോവുക. നമ്മൾ ഓവർ പെർഫെക്ഷൻ നമ്മുടെ മനസ്സിൽ ഇട്ട് തന്ന് അവസാനം ഇബാദത്ത് തന്നെ നിർവഹിക്കാത്ത അവസ്ഥ. ചില ആളുകളെ കണ്ടിട്ടുണ്ട്, അവര് നിസ്കാരം തന്നെ ഒഴിവാക്കും. മൂത്രം ശരീരത്തിൽ തെറിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒക്കെ തോന്നലുകളാണ്. എനിക്കത് ശരിയാകൂല, എനിക്ക് ഇങ്ങനെ നിസ്കരിച്ചാൽ ശരിയാകൂല. ആരാണ് പറഞ്ഞത്? ആരാണ് ശരിയാകൂല എന്ന് പറഞ്ഞത്? അത് പറഞ്ഞത് പിശാച് മാത്രമാണ്. അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ നമുക്ക് സിമ്പിൾ ആക്കി തന്നത് ഇതാണ് ദീൻ. ആ ദീനിനെ എന്തിനാണ് നമ്മൾ കുടുസാക്കുന്നത്? എന്തിനാണ് നമ്മൾ പ്രയാസമുള്ളതാക്കി മാറ്റുന്നത്? അള്ളയും റസൂലും പഠിപ്പിച്ച ആ ഒരു ലളിതമായ ദീൻ സ്വീകരിക്കുമ്പോൾ ഒരു പ്രയാസമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ദീനിന്റെ എല്ലാ, നിസ്കാരം മാത്രമല്ല, ദീനിന്റെ എല്ലാ കാര്യങ്ങളും എത്ര ലളിതമാണ്. ഇപ്പൊ ഒരു വിവാഹം നടക്കുകയാണ്, ഒരു വിവാഹം നടക്കണമെങ്കിൽ വരെ അവിടെ വരനും വലിയും അതുപോലെ തന്നെ മഹറും ഉണ്ട് എങ്കിൽ അവിടെ വിവാഹം നടന്നു. അവരുണ്ടായാൽ മതി. ഇത്ര മഹർ നിശ്ചയിച്ച് എന്റെ മകൾ ഇന്ന വ്യക്തിയെ നിനക്ക് വിവാഹം കഴിച്ചു തന്നു എന്ന് പറയുന്നു. വരൻ അത് ഞാൻ അവളെ ഇണയാക്കി സ്വീകരിച്ചിരിക്കുന്നു പറയുന്നു. അതോടുകൂടെ ആ സാക്ഷികളും ഉണ്ട് എങ്കിൽ വിവാഹം പൂർത്തിയായി. എത്ര ലളിതമാണ് ഇസ്ലാമിലെ വിവാഹം. ഞാൻ പറയുന്നത് ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും ലളിതമാണ്. ആർക്കും ഏത് കാലത്തും സ്വീകരിക്കാൻ പറ്റുന്ന ലളിതമായ കാര്യങ്ങളാണ് ഇസ്ലാമിലുള്ളത്. പിന്നെ പലപ്പോഴും അതൊക്കെ നമ്മുടെ നാടുകളിൽ ഒരുപാട് മാമൂലുകളും ഒരുപാട് അനാചാരങ്ങളൊക്കെ വന്ന് ആളുകൾക്ക് അതൊക്കെ ഒരു സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോകുക. ദീൻ എന്ന് പറഞ്ഞാൽ ഒരു എന്തോ സംഗതിയാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകാൻ. അതുകൊണ്ട് ദീന് നമ്മൾ അറിയാം, ദീന് നമ്മൾ മനസ്സിലാക്കുക. ഈ വസ്വാസ് മനസ്സിൽ കൊണ്ടു നടക്കുന്ന സഹോദരിമാർ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകും. നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം നമ്മളെ ചാനലിൽ വരും, അത്തരം സഹോദരിമാർക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അവരുടെ മാനസികമായി അവരനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്കർമ്മമായിരിക്കും. ഏഴാമത്തത്, ഈ വിഷമം നീങ്ങിപ്പോകാൻ അള്ളാഹുവിനോട് അവര് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഈ രണ്ടാമത്തെ വിഭാഗത്തിനെ കുറിച്ചിട്ടാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ദുആഉൽ മഖ്റൂബ്. പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്ന ആളുകൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. അൽ അദീം, അവൻ മഹാനാണ്. അൽ ഹലീം, അവൻ സഹനശീലമുള്ളവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, മഹത്തായ സിംഹാസനത്തിന്റെ അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുസ് സമാവാതി വറബ്ബുൽ അർദ് വറബ്ബുൽ അർശിൽ കരീം, മാന്യമായ അർശിന്റെ ഉടമസ്ഥനായ ആകാശഭൂമികളുടെ റബ്ബായ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. അതൊക്കെ എന്താണ്? അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുന്നു, അവന്റെ മഹത്വങ്ങൾ പറയുന്നു. ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നമുക്ക് എപ്പോ പ്രയാസം ഉണ്ടെങ്കിലും ഈ ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മനസ്സിന് ആശ്വാസം ലഭിക്കാനുള്ള മാർഗമായിട്ട് പരിചയപ്പെടുത്തിയതാണ്. ഇതോടൊപ്പം നമ്മൾ ചേർത്തി മനസ്സിലാക്കേണ്ടത്, ഇത് കർമ്മപരമായ കാര്യങ്ങളാണെങ്കിൽ വിശ്വാസപരമായ വിഷയത്തിലും ചിലപ്പോൾ പിശാച് നമ്മളെ പിടികൂടാൻ ശ്രമിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതുവരെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ,
നിങ്ങളിൽ ഒരാളുടെ അരികിൽ പിശാച് വരും, നമ്മളുടെ അരികിലൊക്കെ വരും. എന്നിട്ട് പിശാച് നമ്മളോട് ചോദിക്കും, മൻ ഖലഖസ് സമാവാത്, ആരാണ് ആകാശങ്ങൾ ഉണ്ടാക്കിയത്? അപ്പൊ നമ്മൾ പറയും അല്ലാഹ്. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിക്കണം. അല്ല, ആരാണ് ഭൂമി ഉണ്ടാക്കിയത്? അല്ലാഹ് നമ്മൾ പറയും. അങ്ങനെ അള്ളാഹുവിന്റെ ഓരോ സൃഷ്ടികളെ കുറിച്ച് പറഞ്ഞ് ആരാണ് അതുണ്ടാക്കിയത്, ആരാണ് ഇതുണ്ടാക്കിയത്, അവിടെയൊക്കെ നമ്മളെ കൊണ്ട് അല്ലാഹ് അല്ലാഹ് എന്ന് പറയിപ്പിച്ച്, അങ്ങനെ മനസ്സിൽ പറയിപ്പിച്ച് അവസാനം പിശാച് ചോദിക്കുന്ന ചോദ്യം, മൻ ഖലഖല്ലാഹ്, ആരാണ് അള്ളാഹിനെ സൃഷ്ടിച്ചത്? സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കുഫറിന്റെ ചിന്തയിലേക്ക്, സത്യനിഷേധത്തിന്റെ ചിന്തയിലേക്ക്, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ചിന്തയിലേക്ക് പടിപടിയായി നമ്മളെ കൊണ്ടുപോകുകയാണ്. അങ്ങനെ ഒരു ചോദ്യം, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു വരുമ്പോ നിങ്ങൾ ആ ചിന്ത അവിടെ അപ്പോൾ അവസാനിപ്പിക്കണം. അള്ളാഹുവിനോട് പിശാചിൽ നിന്ന് ശരണം ചോദിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവേ നീ എന്നെ കാത്തു രക്ഷിക്കണേ എന്ന് പറയണം. ഇസ്ലാം പറഞ്ഞതാ. പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിലൊക്കെ ഇന്ന് നിരീശ്വരവാദം, ലിബറൽ ചിന്താഗതിയൊക്കെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അത്തരം വിഭാഗങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ, ദീൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണ്, ആളുകളുടെ സ്വാതന്ത്ര്യം തകർക്കുന്നതാണ്. സഹോദരിമാരാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് നിങ്ങൾക്കൊക്കെ ഫ്രീഡം കിട്ടുന്നത്? ഈ പർദ്ദയുടെ ഉള്ളിലാണോ നിങ്ങൾ കഴിയുന്നത്? നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് പുറത്ത് പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി ഇവിടെ ഇല്ല എന്ന് തുടങ്ങി ദീനിനെ കുറിച്ച്, പ്രവാചകനെ കുറിച്ച്, ഖുർആനിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹു ഉണ്ടോ എന്ന് വരെ വളരെ മോശമായി അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടം. പലപ്പോഴും മുസ്ലിം ഉമ്മമാര് വരെ അത്തരം പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, അത്തരം ലേഖനങ്ങൾ വായിക്കുന്നു, അത്തരം ക്ലിപ്പുകൾ കാണുന്നു. എത്ര ഗൗരവമുള്ള വിഷയമാണ്. ഒരിക്കലും അത്തരം പ്രഭാഷണങ്ങൾ കേൾക്കാനുള്ള ഒരവസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതിന് നമ്മൾ ഒരിക്കലും നിന്നു കൊടുക്കാൻ പാടില്ല. കാരണം നമ്മുടെ ഈമാനിനെ ചോർത്തിക്കളയുന്ന പിശാചുക്കളാണ് അവയൊക്കെ. നമ്മുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കി തരും. പിശാചിന്റെ ദുർമന്ത്രണങ്ങൾ, വസ്വാസുകൾ ഉണ്ടാക്കും. ദീനിന്റെ അടിസ്ഥാന പാഠങ്ങൾ പോലും നമുക്ക് പഠിക്കാൻ സമയം കിട്ടണില്ല, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പലപ്പോഴും പല ആളുകളും തയ്യാറാകുന്നില്ല. എന്നിട്ട് അടിസ്ഥാനങ്ങൾ പഠിക്കുന്നതിന് പകരം ദീനിനെ വിമർശിക്കുന്ന, ഇസ്ലാമിനെ വിമർശിക്കുന്ന പല സ്ത്രീകളുടെയും, അതല്ലെങ്കിൽ ലിബറൽ ചിന്താഗതി പ്രകടമായി പ്രചരിപ്പിക്കുന്ന പല സംഗതികളിലും പലപ്പോഴും എൻഗേജ് ആകാം. സിനിമകൾ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇപ്പോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വളരെ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പെണ്ണും തമ്മിൽ ജീവിക്കുന്നത് ഒരു പ്രശ്നവുമില്ല എന്ന്, അതിലൊരു പ്രയാസവുമില്ല, എന്തിനാണ് ഇതിനൊക്കെ എതിർക്കാൻ പോകുന്നത് എന്ന് തിന്മകളെ വളരെ നിസ്സാരവൽക്കരിക്കുന്ന സംഗതികൾ അത് നമ്മുടെ മക്കള് കാണുന്നു. മുസ്ലിം ഫാമിലികൾ ഫാമിലി സഹിതം അവർ കൂടെ ഇരുന്ന് കാണുകയാണ്. നമ്മളറിയാതെ നമ്മുടെ മനസ്സിലേക്ക് ഇത്തരം ചിന്താഗതികൾ, ലിബറൽ ചിന്താഗതികൾ, ആ ലിബറൽ ചിന്താഗതിയുടെ അടിസ്ഥാനം എന്താ വെച്ചാൽ ദീനു വേണ്ട, റബ്ബില്ല, പരലോകമില്ല എന്നതിലേക്ക് പടിപടിയായി കൊണ്ടുപോകുന്ന അവസ്ഥ. അത്തരം വസ്വാസുകൾ നമ്മുടെ മനസ്സിൽ ഇട്ടു തരുന്ന അവസ്ഥ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതിലൊന്നും നമ്മൾ ഉണ്ടാകാൻ പാടില്ല. നമ്മളെ മക്കൾ ഉണ്ടാകാൻ പാടില്ല. എങ്ങനെയാണ് പഠിച്ചവനെ മക്കളൊക്കെ എങ്ങനെ ആകുന്നത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഇതുപോലെ പടിപടിയായി പല രീതിയിൽ പ്ലാൻ ചെയ്ത് ഇത്തരം ആശയങ്ങൾ ഇൻജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വ്യത്യസ്ത രീതിയിൽ, വ്യത്യസ്ത രൂപത്തിൽ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ കർമ്മപരമായ വസ്വാസുകളേക്കാൾ വലിയ ദുരന്തമാണ്
ഏതൊരു മുസ്ലിമിനെയും ബാധിക്കുന്ന ദുരന്തമാണ് വിശ്വാസത്തിൽ വരുന്ന വസ്വാസ്. എന്നിട്ട് ദീനിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ചോദ്യങ്ങൾ വരിക. എന്ത് ചോദ്യം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച്, അള്ളാഹിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച് അതൊക്കെ യാഥാർത്ഥ്യമാണോ എന്ന നിലക്ക് മോശമായ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കയറ്റി വെച്ച്, അല്ലെങ്കിൽ ഈ പറയുന്നതിലൊന്നും കാര്യമില്ല, ദീനിലൊന്നും കാര്യമില്ല എന്നുള്ള ചിന്താഗതിയിലേക്ക്, വസ്വാസുകളിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ സമയം, നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത് തികച്ചും ദീനിയായതാകണം. നമ്മുടെ മക്കൾ അത്തരം ദുരന്തങ്ങളിൽ പെട്ടുപോകുന്നത് വളരെ സ്നേഹത്തോടുകൂടെ ഉണർത്തുന്നവരായി നമ്മൾ മാറണം എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് പ്രത്യേകം ഇൻഷാ അല്ലാഹ് ഓർമ്മപ്പെടുത്താനുള്ളത്. റഹ്മാനായ റബ്ബ് അത് നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരൊറ്റ കാര്യം കൂടി ഹിമായുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്, ഇൻഷാ അല്ലാഹ് ഈ വരുന്ന വ്യാഴാഴ്ച നമുക്കൊരു വെബിനാറുണ്ട്. ഓൺലൈൻ പ്രീ സ്കൂളിൽ ടീച്ചറാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എങ്ങനെ ആകാൻ പറ്റും, അതിനുള്ള ഒരു അവസരം ഹിമായ ഒരുക്കുന്നുണ്ട്. ഡിസൈൻ പ്രീ സ്കൂൾ PPTC കോഴ്സ്, പ്രീ സ്കൂൾ ഓൺലൈൻ ടീച്ചറാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉള്ള ഒരു അവസരം, അതിന്റെ ഒരു കോഴ്സ്, അതെങ്ങനെയായിരിക്കും രൂപം, കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന സംഗതിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിസൈൻ ഇസ്ലാമിക് പ്രീ സ്കൂൾ എന്നുള്ളത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ചെറിയ കുട്ടികൾക്ക് 3.5 വയസ്സ്, 4 വയസ്സ്, 4.5 വയസ്സ് ആ പ്രായത്തിലുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സുകളാണ്. അവരെ എങ്ങനെയാണോ ഓൺലൈനിൽ പഠിപ്പിക്കേണ്ടത്, നമുക്ക് ഹിമായിലും പിന്നെ ടീച്ചേഴ്സിന് ആവശ്യമുണ്ട്. അപ്പൊ അവരെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത്. 2 വിഭാഗങ്ങളാണ് നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന്, PPTC കോഴ്സ് കഴിഞ്ഞ, മോണ്ടിസോറി കോഴ്സ് കഴിഞ്ഞ ആളുകൾക്കായിരിക്കും കൂടുതൽ മുൻഗണന. രണ്ടാമത്തത്, അത്തരം കോഴ്സുകളൊന്നും കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഇതാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി പിന്നെ ബേസിക് ആയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അഥവാ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് ഡീൽ ചെയ്യാൻ കഴിയുന്ന ആളുകളാണ്, ചെറിയ കുട്ടികളെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഹിമായ അവതരിപ്പിക്കുന്ന ഈ കോഴ്സിന്റെ ഭാഗമാകുമ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഹിമായുടെ പാർട്ടായിട്ട് അവർക്ക് മാറാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അത് വിശദമായിട്ട് എങ്ങനെയാണ് ആ കാര്യങ്ങൾ പിന്നെ ജോയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായി വിശദീകരിക്കുന്ന ഒരു ഫ്രീ വെബിനാർ ഈ വ്യാഴാഴ്ച നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും ഒക്കെ അങ്ങനെ കോഴ്സ് കഴിഞ്ഞ ആളുകളുണ്ടെങ്കിൽ പ്രത്യേകം അവരതിൽ പങ്കെടുപ്പിക്കാനും നിങ്ങളുടെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണം ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രതീക്ഷിക്കണം. വലിയൊരു ദൗത്യം പ്രീ സ്കൂളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ചെറിയ പ്രായത്തിലാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ട സംഗതികൾ കിട്ടേണ്ടത്. ഏറ്റവും ഒരു കുട്ടിയെ രൂപപ്പെടുത്തുന്ന കാലമാണത്. അതുകൊണ്ടാണ് നമ്മൾ പ്രീ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ ഇൻഷാ അല്ലാഹ് ദീനിനോട് താല്പര്യമുള്ള, നല്ല ശീലങ്ങൾ ചെറുപ്പത്തിൽ തന്നെ വളർത്തുക എന്ന വലിയൊരു ലക്ഷ്യം നമുക്കുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൽ ടീച്ചറാകാനുള്ള ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു വെബിനാർ ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച നമ്മൾ നടത്തുന്നത്. ഇതിന് സ്പെഷ്യൽ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ കോർഡിനേറ്റേഴ്സിനെ ബന്ധപ്പെട്ടാൽ മതി. ദർസിന്റെ ഗ്രൂപ്പിലുള്ള, അല്ലെങ്കിൽ നിങ്ങൾ നിലവിലുള്ള ഗ്രൂപ്പിലെ കോർഡിനേറ്റേഴ്സിനെ ബന്ധപ്പെടുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെബിനാറിൽ ഒക്കെ പങ്കെടുക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ ശരിയായി പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബറകല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ, സുബ്ഹാനകല്ലാഹു വബിഹംദിക്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.